ആയിരക്കണക്കിന് ബഹിരാകാശ പേടകങ്ങൾ ഭൂമിക്ക് ചുറ്റുമുള്ള പല ഓർബിറ്റുകളിലുണ്ട്. കൂടാതെ ചെറുതും വലുതുമായി ആയിരക്കണക്കിന് ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കപ്പെടുകയും ചെയ്യും. കാലാവധി കഴിഞ്ഞ ഉപഗ്രഹങ്ങൾ ഒരു നിയന്ത്രണവുമില്ലാതെ ഒഴുകി നടക്കുന്നുമുണ്ട്. അപ്പോൾ ഇവ കൂട്ടിയിടിക്കാനുള്ള സാധ്യതയില്ലേ? നോക്കൂ കൂട്ടുകാരെ, സ്പേസ് എന്നത് നാം കരുതുന്നതിലുമൊക്കെ അതിവിശാലമാണ്. ഭൂമിക്ക് ചുറ്റുമുള്ള സ്പേസിൽ ഒരു സാറ്റലൈറ്റിൻ്റെ സ്ഥാനം എന്നത് വലിയൊരു ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഉള്ള ഒരു കുരുമുളക് മണിയേക്കാൾ ചെറുതാണ്. മനുഷ്യൻ ഇന്നേ വരെ വിക്ഷേപിച്ച, ഇനിയും അടുത്ത ഒരു 100 കൊല്ലം വിക്ഷേപിക്കാൻ പോകുന്ന സാറ്റലൈറ്റുകളെല്ലാം കൂടി ഒരുമിച്ച് കൂട്ടിയാൽ പോലും ഈ വലിയ ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ ഒരു മൂലയിലുള്ള ഒരു ചെറിയ കുപ്പിയിൽ നിറച്ചിരിക്കുന്ന കുരുമുളകുകൾ പോലെയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇവ കൂട്ടിയിടിക്കാനുള്ള സാധ്യത വളരെ 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 കുറവാണ്. സാധ്യത വളരെ വളരെ കുറവാണെങ്കിലും ഒരു സാധ്യത എവിടെ ഉണ്ടല്ലോ. ബഹിരാകാശത്ത് കറങ്ങുന്ന 6 മില്ലിമീറ്ററിൽ കൂടുതൽ വലിപ്പമുള്ള സർവ്വ വസ്തുക്കളെയും കൃത്യമായി ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഇവ റോക്കറ്റിലോ ബഹിരാകാശ പേടകത്തിലോ വന്നിടിക്കാനുള്ള സാധ്യത പരിശോധിച്ചാണ് ലോഞ്ചിൻ്റെ സമയം നിശ്ചയിക്കുന്നത്. അതുപോലെ ഇപ്പോൾ ഇന്ത്യയടക്കമുള്ള ബഹിരാകാശ ശക്തികൾ കാലാവധി കഴിഞ്ഞ ഉപഗ്രഹങ്ങളെ തിരികെ അന്തരീക്ഷത്തിലേക്ക് കയറ്റി കത്തിച്ച് കളയുന്ന സിസ്റ്റവും ആരംഭിച്ചിട്ടുണ്ട്.